ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ മൊത്തം ഒരു ഫ്ലോപ്പാണ് കേട്ടോ. അതായത് ഞാനിന്ന് രാവിലെ തൊട്ടേ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്ളോഗായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പോക്ക് ക്യാൻസലായി. അതുകൊണ്ട് പിന്നെ ആ വ്ളോഗ് എൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് തെണ്ടി തിരിയാൻ പോവാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കമോൺ ഗൈസ്. നമ്മൾ നല്ല നട്ടുച്ച വെയിലത്തായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നു. നമ്മൾ വയലിലേക്കൊക്കെ വന്നിട്ട് കുറേ ആയിട്ടോ. ഞാനും ഷാലുണ്ട് അനിയത്തിയും മോനും കൂടെ ഞങ്ങളിങ്ങനെ വയലിലേക്ക് വന്നു. വരുന്ന വഴിക്കൊക്കെ നിറച്ചും പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർ വീട്ടിലാന്ന് മാത്രം. അപ്പോൾ ഈ പേരക്കൊക്കെ പിന്നെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്താക്കി പറിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഇതിനോടവസ്ഥരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നമ്മളവിടെ കണ്ട 1-2 പേരൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഞങ്ങൾക്ക് ഒന്നേ കിട്ടിയുള്ളൂ പഴുത്തത്. അത് പിന്നെ ഞങ്ങൾ 3-4 ആൾക്കാർ കൂടെ 50 ആക്കി ഇങ്ങ് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പേരക്ക ഇതാണ് കേട്ടോ ഗൈസ് ഞങ്ങളുടെ വയൽ. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ നമ്മളെ വയലുള്ള കുറച്ച് അധികം ആൾക്കാരൊക്കെ കൂടി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങലായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക്. പുളി എടുക്കുന്നുണ്ട്. ഇതാ കാണുന്നുണ്ട്, കൊടുമ്പുളി കാണുന്നുണ്ട്. ഇതിലുണ്ട്. ഒരു 5 അടി നടന്നപ്പോഴാണ് ഈ വെയിലിൻ്റെ ചൂട് നന്നായിട്ട് മനസ്സിലായത്. അന്നേരം പിന്നെ ഒന്നും നോക്കിയില്ല, മുഖപ്പാട് അങ്ങ് മൂടിക്കെട്ടിയല്ലാണ്ട് വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. കുറച്ചധികം നട്ടുച്ച വെയിലിന് നമുക്ക് പോകാൻ പ്രാന്തുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാന്തില്ല ഗൈസ്. അത് ശരിയാ. എത്ര കുന്ന് കയറണം ശാലു? അപാര കുന്ന് കയറണം. ഈ കുന്ന് കയറി ആ കുന്നിൻ്റെ മേലെത്തണ്ട്. ഈ കുന്നല്ലടാ, അപ്പുറത്തൊരു കുന്നില്ലേ? ഓ മൈ ഗോഡ്. ഈ കാണുന്ന വലിയ കുന്ന് കയറി അത് കഴിഞ്ഞ് 2-3 കുന്ന് കയറിയിട്ട് വേണം നമ്മൾ ആ റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊരു അന്ത്യമില്ല. ഇവളെന്നെ പറ്റിച്ചു. നടന്നല്ലേ ആ കാണുന്ന വീടിൻ്റെ ആയി കൂടെ വന്നിട്ട് ഇവിടെ എത്തിയത്. ഇനി കാണിച്ചടാ, ഇനി ഈ കുന്നും കൂടെ കയറണം. ഇവളെന്നെ ചതിച്ചതാണ്. ഇതല്ലെങ്കിൽ ഞങ്ങൾ 3 ആൾ കൂടി ഇവിടെ പഞ്ഞിക്കിടുന്നതാണ്. 2.5 പോരെ? ആ അര നമുക്ക് ഒന്നാടി. നമ്മളങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് റിസോർട്ട് കാണാൻ വേണ്ടി. അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടന്ന് ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് കണ്ടിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു പ്രൈവറ്റ് പൂള്, അതേപോലെ പ്രൈവറ്റ് സ്വിങ്, ഇങ്ങനെ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം ഈ ഊഞ്ഞാലിലൊക്കെ നല്ല ആടി നമ്മളൊരു ഷോർട്സിനേക്കുള്ള വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി കാണാൻ വേണ്ടി പോയത്. പിന്നെ നമ്മൾ നേരെ പൂളിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് പൂള് വരുന്നത്. എന്തൊരു വെയിലല്ലേ. ആട്ടുപൂവി സ്പീഡില് ശരി. ഇനി കാണൂല. ആട്ടിക്ക ഞാനതാ ചെരുപ്പൂരിട്ട്. നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ കാര്യമായിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്. കാരണം അതുവരെ ഓണർ എത്തിയിട്ടുണ്ടായില്ല. നമ്മൾ ഓണറുടെ പെർമിഷനോട് കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നുണ്ടായിരുന്നത്. അപ്പം അതിന് മുന്നേ ഉള്ള കുറച്ച് അതായത് നമ്മൾ ഇങ്ങനെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഫുള്ള് അത്യാവശ്യവും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ റൂമിൻ്റെ ഉള്ളൊന്നും കാര്യമായിട്ട്. പിന്നെ ഒരു കാര്യം, റിസോർട്ടിൻ്റെ പേര് സ്നോ വൈറ്റ് വയനാട് റിസോർട്ട് എന്നാണ്. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പം ആ പേജ് വേണമെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഉള്ളിൽ കാണിച്ചില്ല. ഇത് നമ്മളെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മളെ വീടിന് നമുക്ക് കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ റിസോർട്ടിലേക്ക്. നമ്മുടെ ഈ ഭാഗത്ത് ഫസ്റ്റ് റിസോർട്ടാണ് തോന്നുന്നു അല്ലേ? രണ്ടാമത്തെ വരുന്നുണ്ട്. ഇത് ഫസ്റ്റത്തെ റിസോർട്ടാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. കമോൺ ഗൈസ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മെസ്സായിട്ടുള്ളത്. ഇതുണ്ട്, ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ സെറ്റാക്കിക്കില്ല തോന്നുന്നു അല്ലേ? ഒക്കെ സെറ്റാക്കി വരുന്നുള്ളൂ. അതേപോലെ ഇവിടെയും ഉണ്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ. അത് ചിലപ്പോൾ റിസപ്ഷനാണ് തോന്നുന്നു. പിന്നെ ഇതാ ഇവിടെ ഒരു പൂള് വരുന്നുണ്ട്. ഇത് പ്രൈവറ്റ് അല്ല, മറ്റേതായിട്ട് പ്രൈവറ്റ് പൂൾ അല്ല, താഴത്തെ പ്രൈവറ്റ് പൂള്. ഇത് ഓപ്പൺ ഏരിയ. ഓക്കെ, നല്ല ഭംഗിയുണ്ട്.
ഇവിടെ എത്ര വരുന്നത് ഇങ്ങനെ ഇത്? ഇങ്ങനെ 3 കേട്ടോ. ഇത് ഫസ്റ്റത്തെ അല്ലേ? ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ കാണിച്ചേ. ഇവിടെയൊക്കെ പണി നടക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മിസ്സായിട്ടുള്ളത്. ഇത് റൂമാണ്, ഇതിവിടുത്തെ ഡ്രസ്സിങ് ഏരിയ. അടിപൊളിയാണ് കേട്ടോ. ബാത്റൂം, നൈസ് ബാത്റൂമാണ്. വാ, ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒക്കെ അങ്ങനെയല്ല, കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യും എല്ലാവരും. ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഒന്നൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. സംഭവം അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഉള്ളിൽ ഇങ്ങനെ ഒരു ചെടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവർ. സംഭവം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ല, അതാണ് ഇങ്ങനെ. പക്ഷെ അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് കേട്ടോ ഗൈസ് നെക്സ്റ്റ് റൂം. നമുക്കിപ്പോൾ ഷോട്ടിൽ ഇറങ്ങാം. ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഫുൾ ഗ്ലാസ്സിലേ. ഇത് ഉണ്ടാവും, അങ്ങോട്ടേക്ക് ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്, അത് കാണിക്കാം. പിന്നൊന്നും ഇവിടെ ഇല്ല. നെക്സ്റ്റ് ഇതാണ് പ്രൈവറ്റ്. ഇത് പ്രൈവറ്റ്. ഇതിനപ്പുറത്ത് പൂളുള്ള. അടിപൊളിയാണ് കേട്ടോ സംഭവം. നമ്മളിവിടെ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ റിസോർട്ടില്. റൂമൊന്നും കാണിച്ചിരുന്നില്ല, ഒക്കത്തിന്റെ പുറം മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. എന്താ വെച്ചാൽ ഊഞ്ഞാലുണ്ട്. പിന്നെ പുറം ഞങ്ങളിങ്ങനെ അപ്പുറത്ത് കൂടെ വഴിയുണ്ട്, പക്ഷെ ഞങ്ങളിങ്ങനെ പുറകെ കൂടെ വരുന്നെന്നുള്ളൂ. ഇതുണ്ട്. ഇതാണ് ഇവിടുത്തെ പൂള് വരുന്നത്. സംഭവം ഇവിടെ വൃത്തിയാക്കി കൊടുക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അകം കാണിച്ചു തരാൻ പറ്റില്ല. ഇങ്ങനെ ജസ്റ്റ് പുറക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ പൂൾ. ഇത് പ്രൈവറ്റ് പൂളും. ഇത് പ്രൈവറ്റ് പൂളല്ലേ? ഇത് പ്രൈവറ്റ് പൂളാണ് തോന്നുന്നു. സംഭവം അടിപൊളി കിടക്കാച്ച റിസോർട്ടാണ് കേട്ടോ. ഉള്ളിൽ കാണിക്കാതെ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് മെസ്സായിട്ടാണ് ഉള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് പിന്നെ ദിവസം ഞങ്ങൾ വന്നിട്ട് ഉള്ളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. നട്ടപ്പറ വെയിലാണ്. ഇവിടെ കാണിച്ചിട്ടാ കണ്ടോ, ഇത് പാർക്കിംഗ് ഏരിയ ആയിരിക്കും അല്ലേ? ഇവിടെയൊക്കെ പണി നടക്കുന്നേ, അതുകൊണ്ടാണ് കാര്യമായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. ഞങ്ങൾ ഇനി ഒരു ദിവസം കൂടി നട്ടപ്പുറ വെയിലത്ത് വരുന്നതായിരിക്കും അല്ലേ ശാലു? അതേതാ? അപ്പോൾ ഗൈസ് ഞങ്ങളുടെ നാടൊക്കെ നല്ല പുരോഗമിച്ചു. ഇതാണ് കേട്ടോ, നല്ല വ്യൂ ആണ് ഇവിടെ. ഇവിടെ നിന്ന് നല്ല കോട ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ കുന്നിറങ്ങിയിട്ട് ഇതുണ്ടോ, ഈ കുന്നിറങ്ങി ഞങ്ങൾ കാണുന്ന അവിടെ എത്തണം. അവിടെ എത്തി പിന്നെയും നടക്കാനുണ്ട്. അവിടെ എത്തിയാൽ പോരാ, അവിടെ എത്തിയിട്ട് ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ റിസോർട്ട്. പണി നടക്കുന്നതാണുള്ളൂ. എന്നാലും 2 ദിവസം കൊണ്ട് പിന്നെ ഇവർ വന്ന് തുടങ്ങും അല്ലേ? നാളെ മുതൽ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നു. ഇതിൻ്റെ അത്ര ഭംഗിയുള്ള നാട് വേറെ ഉണ്ട് ശാലു. ഇത്ര ഭംഗിയാണ് നോക്ക്, നിറച്ചുണ്ട്.